സ്നേഹം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. എല്ലാവരും നമ്മളെ സ്നേഹിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് വീട്ടിലായാലും മറ്റ് പുറത്തായാലും ജോലി സ്ഥലത്തായാലും ആരായാലും, വീട്ടിൽ മക്കളായാലും ഭാര്യയായാലും ഭർത്താവായാലും ഒക്കെ സ്നേഹം ആഗ്രഹിക്കുന്നവരാണ്. ഇനിയിപ്പോൾ അതല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്ന മറ്റു വ്യക്തികളായാലും എല്ലാവരും നമ്മളത് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ അവരുടെ പിന്നാലെ പോവാറുമുണ്ട്, അത് കിട്ടാൻ വേണ്ടി. അങ്ങനെ കിട്ടുന്ന സ്നേഹം അധികം നിലനിൽക്കില്ല. അത് പല സാഹചര്യങ്ങളും വരുമ്പോൾ അത് സ്നേഹം മാറിപ്പോവും. ചിലപ്പോൾ അവരിൽ നിന്ന് മറ്റ് മോശമായ പെരുമാറ്റങ്ങളോ നമ്മളിലേക്ക് ഉണ്ടായി എന്ന് വരും. അത് യഥാർത്ഥ സ്നേഹമല്ല എന്നുള്ളതാണ്. അത് നമ്മൾ യാചിച്ച് നടക്കും പോലെ പിന്നാലെ നടന്ന് കിട്ടുന്ന അതിനൊരു അധിക കാലം നിലനിൽക്കാൻ കഴിയില്ല. സ്നേഹം നമുക്ക് മരണം വരെ അത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം സ്നേഹം വരേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അത് നമ്മളോട് തന്നെ ആദ്യം സ്നേഹം വരണം. നമുക്ക് നമ്മളോട് തന്നെ അതിശക്തമായൊരു പ്രണയം വരണം. നമ്മളുടെ ആത്മാവുമായും നമ്മളുമായും നമ്മുടെ ശരീരവുമായും നമുക്ക് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രണയം നമുക്ക് നമ്മളോട് തന്നെ തോന്നണം. അത് പിന്നീട് നമ്മളിൽ നിന്ന് പതുക്കെ പതുക്കെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. അപ്പോഴാണ് അതിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികളെ നമുക്കതിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളിൽ നിന്ന് നമ്മൾ ആ പ്രണയം പുറത്തേക്ക്, അത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോട് മാത്രമാവരുത് ആ പ്രണയം. അങ്ങനെ ആവുമ്പോൾ അത് ആണ് അധികം കാലം നിലനിൽക്കാത്തത്. നമ്മളിൽ നിന്ന് വരുന്ന പ്രണയം എല്ലാറ്റിനോടും നമുക്ക് പ്രണയം വേണം. എല്ലാ വസ്തുക്കളോടും നമ്മൾ ഇഷ്ടപ്പെടണം. എല്ലാത്തിനോടും നമുക്കൊരു അൺകണ്ടീഷണലായിട്ടുള്ളൊരു സ്നേഹം എല്ലാത്തിനോടും വേണം. അപ്പോൾ അങ്ങനെ നമ്മളിൽ നിന്ന് പ്രണയം പുറത്തേക്ക് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുമ്പോൾ അവർ നമ്മളിലേക്ക് അടുത്ത് വരുന്ന അത് ഒരിക്കലും പിന്നെ ആ സ്നേഹം നഷ്ടപ്പെടാത്ത രീതിയിലേക്ക് നമ്മളിലേക്ക് അടുത്ത് വരും. ആ പ്രണയം, ആ സ്നേഹം. അങ്ങനെയാണ് മനുഷ്യന് അത് ജീവിതകാലം മുഴുവൻ അത് സ്നേഹമായിട്ട് നിലനിന്ന് പോവുള്ളൂ. മറ്റുള്ളതൊക്കെ നമ്മൾ യാചിച്ചും പിന്നാലെ നടന്നും കിട്ടുന്ന സ്നേഹം അധിക കാലം നിലനിന്ന് പോവില്ല. അത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അതില്ലാതായി പോവും. പിന്നെ കുറ്റങ്ങൾ കണ്ടെത്തും. പല കുറ്റങ്ങളും പ്രശ്നങ്ങളും ആയി മാറും. പിന്നീട് തുടക്കകാലം കുറച്ചേ ആ പ്രണയം നിലനിൽക്കൂ, അല്ലെങ്കിൽ ആ സ്നേഹം നിലനിൽക്കൂ. അപ്പോൾ അതിൽ നിന്ന് മാറി ഇത് മരണം വരെ നമുക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് തന്നെ ആ പ്രണയം പുറത്തേക്ക്, ആ സ്നേഹം പുറത്തേക്ക് ഒഴുകിയേ പറ്റൂ. അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നവർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. ആരായാലും ശരി, അവർ നമ്മളുടെ അടുത്തേക്ക് വരും. നമ്മൾ അവരുടെ അടുത്തേക്ക് പിന്നെ പോകേണ്ട ആവശ്യമില്ല, അത് അടുത്തേക്ക് വരും. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രണയം പെട്ടെന്ന് നമുക്ക് എല്ലാറ്റിനെയും പ്രണയിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ജനിച്ച് വളർന്ന സാഹചര്യം ഇതൊക്കെ അങ്ങനെയാണ്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയോട് മാത്രമായിരിക്കും പ്രണയം, അല്ലെങ്കിൽ ഒരു സ്നേഹം. ആ സ്നേഹം ആ വ്യക്തിയോട് മാത്രമായിരിക്കും. മറ്റുള്ളവരോടൊക്കെ പലരോടും നമുക്ക് ദേഷ്യവും പല പ്രശ്നങ്ങളും അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഇത് വർക്കൗട്ട് ആവില്ല. നമ്മൾ എല്ലാത്തിനെയും പ്രണയിക്കാൻ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് മെഡിറ്റേഷൻ ശീലമാക്കണം. എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻ ശീലമാക്കുക എന്നുള്ളത്. മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, സ്നേഹത്തിൻ്റെ മെഡിറ്റേഷൻ ഉണ്ട്, അത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിലേക്ക് സ്നേഹം തനിയെ നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നീട് നമുക്ക് കാണുന്നതിനോടും ഏതിനോടൊരു സ്നേഹം തോന്നും. പിന്നീട് നമ്മുടെ ദിവസം തന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അത് വരാൻ നമ്മൾ ആദ്യം മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് ചെയ്യുക. അത് മെഡിറ്റേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു 20 മിനിറ്റ്, അതുപോലെ രാത്രിയിൽ ഒരു 20 മിനിറ്റ് നമ്മളത് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 21 ദിവസം ചെയ്യുക. 21 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാത്തിനോടും നന്ദി പറയാം. എല്ലാത്തിനോടും നമുക്ക് കിട്ടിയ എല്ലാത്തിനോടും നമുക്ക് ആരോഗ്യമുണ്ട്, പിന്നെ ഇപ്പം താമസിക്കുന്ന വീടുണ്ട്, അത് വാടകയ്ക്കോ എന്തിനായിക്കോട്ടെ, അതൊക്കെ ഇല്ലാത്തവരെത്ര ഉണ്ട്, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തവരെത്ര ഉണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരെത്ര ഉണ്ട്, കഴിച്ചു കഴിഞ്ഞാൽ പല അസുഖങ്ങളും, ശരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട്.
അതേപോലെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് എല്ലാത്തിനോടും നന്ദി പറയണം. എല്ലാത്തിനോടും നന്ദി പറയുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരെയും സ്നേഹിക്കുന്നതായിട്ട് മനസ്സിൽ കരുതുക. ഈ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ കുറച്ച് നേരം ഈ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ബാക്കിയുള്ള സമയം നമ്മളെല്ലാത്തിനും സ്നേഹിക്കുന്നതായിട്ട്, നമുക്ക് ആർക്കും ഒരു കണ്ടീഷൻ വയ്ക്കരുത്. എല്ലാത്തിനും നമ്മൾ സ്നേഹിക്കുന്നു, തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട. നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസം സ്ഥിരമായിട്ട് അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നീട് നമുക്ക് ഓട്ടോമാറ്റിക്കലി പുറത്ത് നമുക്ക് അങ്ങനെ ആയി മാറും. അങ്ങനെ ആയി മാറുമ്പോൾ നമ്മളിൽ നിന്ന് സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ പുറത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആരേനാണോ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവരും നമ്മളെ സ്നേഹിക്കുന്നതായിട്ട് നമ്മൾ ഈ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അവർ നമ്മളെ സ്നേഹിക്കുന്നതും നല്ല രീതിയിൽ വർത്തമാനം പറയുന്നതും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മളതിങ്ങനെ ഇമാജിൻ ചെയ്യുക. അങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ വൈബ്രേഷൻ ഉയർന്നതിന് ശേഷമായിരിക്കണം നമ്മളത് ഇമാജിൻ ചെയ്യേണ്ടത്. അത് കുറച്ച് ദിവസം അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളത് പതുക്കെ പതുക്കെ അത് ഇമാജിൻ ചെയ്യാൻ തുടങ്ങാം. അങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവർ നമ്മളെ ഇങ്ങോട്ട് വരും വെച്ചാൽ നമ്മൾ സാധാ രീതിയിൽ അവരോട് നല്ല രീതിയിൽ തന്നെ, ആരോടൊരു ദേഷ്യമുള്ള രീതി പെരുമാറരുത്, നല്ല രീതിയിൽ തന്നെ പെരുമാറാൻ തുടങ്ങുമ്പോൾ സ്നേഹം അവരിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരും. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അവർ നമ്മളോട് പെരുമാറാൻ തുടങ്ങും. നമ്മളെന്താണോ പ്രതീക്ഷിച്ച ആ രീതിക്ക് അവർ പെരുമാറുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ആ രീതിയിൽ അവർ നമ്മളോട്, ആ മക്കളായാലും ആരായാലും, അതിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയായാലും ആരായാലും നമ്മളോട് ഇങ്ങോട്ട് പെരുമാറാൻ തുടങ്ങും. അതിന് നമ്മളിൽ നിന്ന് ആദ്യം ഇത് പുറത്തോട്ട് വരേണ്ടതുണ്ട്, നമ്മുടെ സ്നേഹം പുറത്തോട്ട് വരേണ്ടതുണ്ട്. അത് എല്ലാറ്റിനോടും നമുക്ക് ആ സ്നേഹം ഉണ്ടായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ജീവിതം തന്നെ മറ്റൊരു ലെവലിലേക്ക് മാറിപ്പോവും. ആ ജീവിതത്തിന് തന്നെ നല്ലൊരു മാറ്റം വരും. അത് നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കുക. ഇത് ഇങ്ങനെയാണ് രാവിലെയും വൈകുന്നേരം ഒന്നും ചെയ്യേണ്ടത്. നമ്മൾ ആരെയാണോ സ്നേഹം ആഗ്രഹിക്കുന്നത് അവരേനും മനസ്സിൽ കാണണം. അവർ നമ്മളെ സ്നേഹിക്കുന്നതായിട്ടും അവരുമായിട്ട് നല്ല അടുത്തിടപഴകുന്നതായിട്ടും അവരോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതായിട്ടും സന്തോഷത്തോടെ സംസാരിക്കുന്നതിന് നന്ദി പറയുന്ന, പ്രപഞ്ചത്തിനോടും ദൈവത്തിനോടും നന്ദി പറയുന്നത് ആയിട്ടൊക്കെ നമ്മൾ സങ്കല്പിക്കണം. പിന്നെ നമുക്കിഷ്ടപ്പെട്ടവരോട് ആ രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരില്ലേ, ആ സന്തോഷം നമ്മുടെ മനസ്സിലിങ്ങനെ നിറയണം. അതിങ്ങനെ നിറഞ്ഞു കഴിഞ്ഞ് അങ്ങനെ കുറച്ച് ദിവസം അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് ഉറച്ച വിശ്വാസമായി മാറുമ്പോൾ നമ്മളിൽ നിന്ന് ഈ സ്നേഹത്തിൻ്റെ എനർജി പുറത്തോട്ട് പോകുമ്പോൾ പിന്നെ അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവർ അതിലേക്ക് ആകർഷിക്കപ്പെടും. നമ്മൾ ആരാണോ മനസ്സിൽ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ അതിലേക്ക് ആകർഷിക്കപ്പെടും. നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ അവർ നമ്മളോട് വന്ന് സംസാരിക്കാനും പെരുമാറാനും തുടങ്ങും. ആ സ്നേഹം നമുക്ക് മരണം വരെ നിലനിൽക്കും. അതല്ലാതെ നമ്മൾ ഈ ആരുടെയും പിന്നാലെ അങ്ങോട്ട് ചെന്ന് ചെയ്യുന്ന ഈ കാര്യങ്ങൾ നമുക്കധികം നിലനിൽക്കില്ല. അത് കുറച്ച് കാലം കഴിഞ്ഞാൽ കാറ്റിന് വിളക്ക് കെടുന്നത് പോലെ അത് കെട്ടുപോകും. അത് കെടാതെ നമ്മൾ സൂക്ഷിക്കണം. അത് കെടാതെ സൂക്ഷിക്കുന്നതിനാണ് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഈ മെഡിറ്റേഷൻ ചെയ്താൽ അത് നമ്മളിൽ നിന്ന് ഉത്ഭവിച്ചു കൊണ്ടേയിരിക്കും. എല്ലാത്തിനോടും ഒരു പ്രണയം നമുക്ക് ഉത്ഭവിച്ചു കൊണ്ടേയിരിക്കും. അതങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് എല്ലാം ഇങ്ങോട്ട് വന്ന് ചേരുള്ളൂ. അതല്ലാതെ നമ്മൾ അങ്ങോട്ടൊരാളുടെ പിന്നാലെ പോയിട്ട് അത് അധികാലം നിലനിൽക്കാതെ അപ്പോഴത്തെ ആവശ്യത്തിനും കുറച്ച് കാലത്തിനും വേണ്ടി ചെയ്ത് പിന്നീട് അതൊരു വലിയ വിഷമത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുക. അത് പിന്നീട് നമുക്ക് വലിയ ബുദ്ധിമുട്ട്, നിങ്ങൾ തന്നെ പലയിടത്തും കേട്ടിട്ടില്ലേ. അപ്പോൾ അത് വലിയ വിഷമത്തിലേക്ക് മാറും. അപ്പോൾ അത് ചെയ്യാതെ നമ്മളിൽ നിന്ന് ആ പ്രണയം പുറത്തേക്ക് ഒഴുകുമ്പോൾ അതിലേക്ക് അവർ ഈ വിളക്കിലേക്ക് ഈ ചെറിയ പാറ്റകൾ വന്ന് ചേരുന്ന പോലെ നമ്മളുടെ പ്രണയത്തിലേക്ക് അവർ ഇങ്ങോട്ട് വന്ന് ചേരും. ഇങ്ങോട്ട് വന്ന് അവർക്ക് ചേരാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഏത് വ്യക്തിയാണോ ഡെയിലി കാണുന്നത് അവരെ വന്ന് ചേരും. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ സംശയത്തിന് ക്ലിയർ ചെയ്ത് തരുന്നതാണ്.